വാർത്തകളിലേക്ക്. മുട്ടിൽ മരമുറി കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കോൺഗ്രസ്. മുട്ടിൽ കേസിലെ വീഴ്ച ബോധപൂർവം വരുത്തിവെച്ചതാണ്. സൗത്ത് വയനാട് ഡിഎഫ്ഒയ്ക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്ന് സംഷാദ് മരക്കാർ. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കാരണം ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് UDF കോൺഗ്രസും നിരന്തരമായി ഇതിൻ്റെ വീഴ്ചകളും ആക്ഷേപങ്ങളും ഉന്നയിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായി ഭരണം മാറുമ്പോൾ ആ രീതിയിലുള്ളൊരു മാറ്റം അന്വേഷണത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. കാരണം അതിൽ ബാധിക്കപ്പെട്ട ആളുകൾ ഭൂരിപക്ഷവും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർ മുട്ടിൽ എന്ന് പറയുന്ന കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു പഞ്ചായത്തിലും നിയോജകമണ്ഡലത്തിലെ ആളുകൾ കൂടിയാണ്. പക്ഷേ ഇപ്പോൾ അവസാനം ഹൈക്കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി കോടതി വിധി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് സൗത്ത് വയനാട് DFOയും അദ്ദേഹത്തിൻ്റെ ഓഫീസും കാണിച്ച ഗുരുതരമായ അനാസ്ഥയാണ് ഈ പ്രതികൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടായത്. അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തണം. കാരണം AGയുടെ ഓഫീസിൽ നിന്നും നിരന്തരം 2 തവണ 17-നും 18-നും ഇമെയിൽ മുഖേന ഈ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള നടപടിയും അദ്ദേഹം എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് ഗൗരവത്തിൽ പോലും എടുത്തിട്ടില്ല. ലൈസൺ ഓഫീസർ ബന്ധപ്പെട്ടിട്ടും അദ്ദേഹം ഒന്നും നൽകിയിട്ടില്ല, ഒരു വിവരവും നൽകിയില്ല. പക്ഷേ ഇതിന് മുമ്പുള്ള DFOമാർ പലരും നേരിട്ട് കോടതികളിൽ ഹാജരാകുമായിരുന്നു. അവർ നേരിട്ട് ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു വലിയ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ഗൗരവത്തിൽ ഇതിൽ ഇടപെട്ടിരുന്നു. അപ്പോൾ ഭരണത്തിലുള്ള ചില ആളുകളായിരുന്നു അന്ന് സഹായിക്കാനുണ്ടായിരുന്നത്. ഇന്ന് ഭരണം മാറിയപ്പോൾ ചില ഉദ്യോഗസ്ഥർ, സർക്കാരിനെ പറയുന്നില്ല, ഉദ്യോഗസ്ഥർ ചില, പ്രത്യേകിച്ച് സൗത്ത് വയനാട് DFOയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഓഫീസും ഈ ആളുകളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അതൊരു കാരണവശാലും പറ്റില്ല. മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു. സൗത്ത് വയനാട് DFO ഈ തലസ്ഥാനത്ത് നിന്ന് മാറ്റി വകുപ്പ് തല അന്വേഷണം നടത്തി അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം. കമൽ വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. കമൽ, ഈ മുട്ടിൽ മരമുറി കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച എവിടെ സംഭവിച്ചു, എവിടങ്ങളിലൊക്കെ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ സംഷാദ് മരക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു പരാതി അദ്ദേഹം ഉന്നയിക്കാൻ കാരണം? ഈ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ വനംവകുപ്പിന്റെ നടപടി ഹൈക്കോടതി കഴിഞ്ഞ 22-ന് സ്റ്റേ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നത്. 22-ന് വിധി വരുന്നതിന് മുൻപ് 17-ാം തീയതി തന്നെ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് സൗത്ത് വയനാട് DFOയോട് ഈ കേസിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങൾ നൽകാത്തതിനെ തുടർന്ന് വീണ്ടും വനംവകുപ്പിന്റെ ഹൈക്കോടതിയിലെ ലൈസൺ ഓഫീസർ പലതവണ വിവരങ്ങൾ ആരാഞ്ഞു, വാട്സപ്പ് മുഖാന്തരവും മറ്റും. പക്ഷേ DFO വിവരങ്ങൾ നൽകിയില്ല. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ വാദം കോടതിയിൽ ദുർബലമായി. അങ്ങനെയാണ് ഈ കേസിൽ സ്റ്റേ ഉണ്ടാകുന്നത്. വനംവകുപ്പിന്റെ ഈ കേസിൽ തിരിച്ചടി ഉണ്ടായാൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കുറ്റപത്രം ഫയൽ ചെയ്തിരിക്കുന്ന പ്രധാന കേസിലടക്കം അത് തിരിച്ചടിയാകും. അതാണ് ഈ കേസിന്റെ പ്രാധാന്യം. അതിനെക്കുറിച്ചാണ് സംഷാദ് മരക്കാർ ഇപ്പോൾ പറയുന്നത്. ഈ സൗത്ത് വയനാട് DFOയ്ക്കെതിരെ വകുപ്പ് തല നടപടി വേണം. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UDFും കോൺഗ്രസും ഒക്കെ നിരന്തരം ഈ കേസിൽ ഇടപെട്ടതാണ്. ഭരണം മാറിയതിനു ശേഷവും ഇത്തരം ഒരു വീഴ്ചയുണ്ടായത് അംഗീകരിക്കാനാകില്ല. വനം വകുപ്പ് ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കണമെന്ന് കാണിച്ചാണ് DCC വൈസ് പ്രസിഡന്റ് കൂടിയായ സംഷാദ് മരക്കാർ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകിയത്.